കൊച്ചി നഗരത്തിൽ കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കാൻ നീക്കം. ADB സഹായത്തോടെ കേരള അർബൻ വാട്ടർ സർവീസ് ഇംപ്രൂവ്മെന്റ് പ്രോജക്ട് എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കി കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കാനാണ് സർക്കാർ നീക്കം. കൊച്ചിയിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ 51% വരുമാനം ലഭിക്കാത്ത വിധം നഷ്ടപ്പെടുന്നു എന്ന കാരണം മറയാക്കിയാണ് ഈ നീക്കം. കുടിവെള്ളം പോലും സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ അതിന്റെ അധിക ബാധ്യത പേറേണ്ടി വരുന്നത് പാവം സാധാരണക്കാർ മാത്രമാവും. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നവന്റെ മുതുകത്ത് ഒരു കുടം വെള്ളം കൂടി ഇരിക്കട്ടെ എന്ന സർക്കാർ നിലപാട് ആർക്കു വേണ്ടി? ജലത്തെ സാമ്പത്തിക മൂല്യമുള്ള ചരക്കാക്കി കാണണമെന്നും ഭരണകൂടം സേവനദാതാവ് എന്ന സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ല, മറിച്ച് ജലമേഖലയിലെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിന് ഫെസിലിറ്റേറ്റർ ആവുകയാണ് വേണ്ടത് എന്നുള്ള കേന്ദ്ര ജലനയത്തെ കൂട്ടുപിടിച്ചാണ് സാധാരണക്കാരന്റെ കഴുത്തിൽ കത്തിവെച്ചുള്ള ഈ കൊള്ള പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നത്. 2511 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി ഫ്രഞ്ച് കമ്പനിയായ സൂയസ് എന്ന സ്ഥാപനമാണ് ടെൻഡർ വഴി ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ 70% തുക ADB വായ്പയായും 30% തുക കേരള ഗവൺമെന്റുമാണ് വഹിക്കേണ്ടത്. ഈ പദ്ധതി തുടക്കത്തിൽ കൊച്ചി, തിരുവനന്തപുരം കോർപ്പറേഷനുകളിലും പിന്നീട് കേരളത്തിലുടനീളവും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ള നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലെ പൈപ്പ് വെള്ളം മുഖാന്തരം ജനങ്ങൾക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലല്ല ഇത്തരം ഒരു നയത്തിനു പിന്നിൽ, മറിച്ച് ADB നിയോഗിച്ച കൺസൾട്ടന്റ് തയ്യാറാക്കിയ പ്രോജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ പ്രോജക്ട് റിപ്പോർട്ടിന് ഏതെങ്കിലും ശാസ്ത്രീയ പഠനത്തിന്റെയോ പരിശോധനയുടെയോ പിൻബലമില്ല എന്നതാണ് നടുക്കമുളവാക്കുന്നത്. പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഈ നീക്കത്തിന് ആധാരം? അന്താരാഷ്ട്ര മൂലധന ശക്തികളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിനായി സർവാത്മന മുന്നിട്ടിറങ്ങുന്ന ചില ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ നേതൃത്വത്തിൽ 2016 കണക്കുകൾ പ്രകാരമാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നാൽ, ടെൻഡർ വ്യവസ്ഥകളെല്ലാം തന്നെ സൂയസ് ഇന്റർനാഷണൽ കമ്പനിയുടെ ലാഭത്തിനു വേണ്ടി മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 10 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രൊജക്റ്റിൽ എസ്കലേറ്റർ വ്യവസ്ഥ അംഗീകരിക്കുന്നുണ്ട്. അതായത് കരാർ കാലയളവിൽ പ്രൈസ് ഇൻഡെക്സ് മാറുന്നതിനനുസരിച്ച് കോട്ട് ചെയ്ത തുകയും മാറിക്കൊണ്ടിരിക്കും. ഇത് കരാർ കമ്പനിക്ക് അല്ലാതെ മറ്റാർക്കാണ് ലാഭമുണ്ടാക്കുക? സർക്കാരിനും വാട്ടർ അതോറിറ്റിക്കും വലിയൊരു ബാധ്യത എന്നതിനപ്പുറം മറ്റെന്താണ് സർക്കാർ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? 10 വർഷത്തിൽ 7 വർഷം വരെയാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുക. ഇത്രയും കാലം മാത്രമേ വായ്പ ലഭിക്കുകയുള്ളൂ. അവസാന 3 വർഷം പദ്ധതിയുടെ പരിപാലന ചെലവ് സർക്കാർ പൂർണ്ണമായും വഹിക്കേണ്ടി വരും. പ്രതിവർഷം 30 കോടി രൂപയാണ് സർക്കാർ ഇതിനായി സൂയസ് കമ്പനിക്ക് നൽകേണ്ടി വരിക. ആലുവയിൽ 190 കോടി രൂപ ചിലവിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ജലശുദ്ധീകരണ ശാല പൂർത്തിയായാൽ കോർപ്പറേഷനിലും ചുറ്റുമുള്ള പഞ്ചായത്തുകളിലും കുടിവെള്ള ക്ഷാമം പരിഹരിക്കാമെന്നിരിക്കെ ഇത്രയും ഭീമമായ തുകയ്ക്ക് ഈ പദ്ധതി കേരളത്തിന് ആവശ്യമാണോ? റോഡ് കുഴിക്കാനും മറ്റെന്തെങ്കിലും തരത്തിൽ അനുമതി ലഭിക്കുന്നതിലെ കാലതാമസം കൊണ്ടോ പ്രവൃത്തി നീണ്ടുപോവുകയോ തർക്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ കമ്പനിക്ക് അന്താരാഷ്ട്ര കോടതിയിൽ കേസിന് പോകാൻ വ്യവസ്ഥയുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ സിംഗപ്പൂരിൽ വെച്ചായിരിക്കും ആർബിട്രേഷൻ നടക്കുക. ഇത് വാട്ടർ അതോറിറ്റിക്കും സർക്കാരിനും ഭീമമായ നഷ്ടമുണ്ടാക്കും. എന്നാൽ ഇതിനെല്ലാം അപ്പുറം രസകരമായൊരു സംഭവം എന്തെന്നാൽ, ഇതെല്ലാം പര്യവസാനിക്കുന്നത് സാധാരണക്കാരന്റെ തലയിലായിരിക്കും. അതായത് കമ്പനി പറയുന്ന തോതിൽ വാട്ടർ ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാർ നിർബന്ധിതമാകും എന്ന സാരം. ഇത്തരത്തിൽ കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കപ്പെട്ട 35ഓളം രാജ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവയെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ തന്നെ സർക്കാരിന് ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടാവുന്നതാണ്. 35 രാജ്യങ്ങളും ഇതിനോടകം തന്നെ ഈ പദ്ധതി പരാജയമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷൻ തന്നെ ഈ പദ്ധതിക്കെതിരെ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ഭരണഘടനയുടെ 24ാം ഭേദഗതി പ്രകാരം കുടിവെള്ള വിതരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നിരിക്കെ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അനുമതി ഇല്ലാതെ അവരുടെ എതിർപ്പിനെ മറികടന്ന് എന്തിന് ഈ പദ്ധതി നടപ്പിലാക്കണം? ഈ പദ്ധതി നടപ്പിലാക്കിയാൽ തീർത്തും കച്ചവട ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ പദ്ധതി ആയതുകൊണ്ട് തന്നെ റവന്യൂ വരുമാനം ആര് കൈകാര്യം ചെയ്യുമെന്നതിൽ വ്യക്തതയില്ല. സാധാരണക്കാരന് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ ചോദിച്ചോട്ടെ ഭരണകൂടമേ. കോർപ്പറേഷനുകളിലുള്ള 5500ഓളം പൊതു ടാപ്പുകൾ നോൺ റവന്യൂ വിഭാഗത്തിൽപ്പെടുത്തി ഇല്ലാതാക്കുമോ? നിലവിലെ BPL കണക്ഷനുകളുടെയും സബ്സിഡികളുടെയും കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? ഇനി മറ്റൊന്ന്, ജലലഭ്യത കുറവനുഭവപ്പെടുന്ന മാസങ്ങളിൽ താരിഫ് ഏതു രീതിയിലായിരിക്കും തീരുമാനിക്കുന്നത്? വാട്ടർ അതോറിറ്റിയുടെ കോടിക്കണക്കിന് ആസ്തികൾ ഈ കരാർ മൂലം അന്യാധീനപ്പെടുകയില്ലേ? എല്ലാത്തിനും ഉപരിയായി എന്താണ് ഈ പദ്ധതിയുടെ ശാസ്ത്രീയ അടിത്തറ? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് ഈ പദ്ധതിക്ക് മുന്നിൽ ഉത്തരമില്ലാതെ അവശേഷിക്കുന്നത്. വലിയ കൊട്ടിഘോഷങ്ങളൊന്നുമില്ലാതെ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യം. എങ്കിലും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് എറണാകുളം ഡിസ്ട്രിക്ട് റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ. പ്രതിഷേധത്തിന്റെ ആദ്യപടിയായി നവംബർ 29-ന് കൊച്ചി കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാനാണ് തീരുമാനം.